നമ്മൾ മീശപ്പുലിമലയിൽ മഞ്ഞ് വീഴുന്നത് കാണാനാണ് പോകുന്നത്. ഫ്രൈഡേ ഈവനിങ് ട്രാവൽസ് ടീമിന്റെ ഒപ്പം ബൈക്കിൽ മൂന്നാറിൽ സ്റ്റേ ആക്കി വെളുപ്പിനെ തന്നെ ഞങ്ങൾ റെഡിയായി പോകുവാണ്. ജീപ്പ് നേരത്തെ സെറ്റാക്കിയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇനി കയറിയിരുന്നാൽ മാത്രം മതി. 13-14 ഡിഗ്രി ടെമ്പറേച്ചറാണ് കേട്ടോ ഇവിടെ. നേരം വെളുക്കുന്ന മുമ്പ് തന്നെ ബേസ് ക്യാമ്പിൽ ചെന്ന് കട്ടൻ ചായയും ബ്രെഡും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ജീപ്പ് നമ്മളെ ടോപ്പിൽ കൊണ്ടുപോയി നിർത്തി തരും. ഞങ്ങൾ എത്തുമ്പോഴേക്കും നേരം ഏകദേശം വെളുത്തു തുടങ്ങിയതുകൊണ്ട് ഓടിച്ചാടിയാണ് കേട്ടോ കയറിപ്പോയത്. സൂര്യോദയം ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ഉയരത്തിൽ ഭംഗിയിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതുപോലെ ഷാഡോ കിട്ടുന്ന രീതിയിൽ 2-3 പിക്സ് ഒക്കെ എടുത്ത് ഞങ്ങൾ വേഗം ടോപ്പിലേക്ക് കയറി പോകുകയാണ് ചെയ്തത്. അവിടെയാണ് റിയൽ സൂര്യനെ ഞങ്ങൾ കണ്ടത്. മലയിടുക്കുകളിലൂടെ വരുന്ന ആ സൂര്യരശ്മി കണ്ണിന് പ്രത്യേക ഫീൽ വരുന്ന വ്യൂ തന്നെയാണ് കേട്ടോ. എന്തിനു പറയണം, നമ്മളെടുക്കുന്ന ചിത്രങ്ങൾക്ക് പോലും ആ ഒരു ഭംഗി കിട്ടിയിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ക്ലൗഡ് ബെഡ് പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം ട്രെക്കിംഗ് ചെയ്തു തുടങ്ങി. സത്യം പറഞ്ഞാൽ മീശപ്പുലിമലയാണെങ്കിലും ഒരു മൊട്ടക്കുന്ന് കയറി ഇറങ്ങുന്ന ഫീലാണ് ഞങ്ങൾക്ക് ഉണ്ടായത്. നമ്മളിവിടെ ഇറങ്ങിയ സമയത്ത് ജീപ്പിൽ കയറി വരുമ്പോൾ ഏകദേശം 13-14 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അത്ര തണുപ്പൊന്നുമില്ല, വെയിലൊക്കെ വന്നുകൊണ്ട് ക്ലൗഡ് ബെഡൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മീശപ്പുലിമലയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ബ്രെഡും ജാമും കുറച്ച് ചായയാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ കയ്യിൽ കുറച്ച് ഫ്രൂട്ട്സും ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം ഏകദേശം 13 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. മൂന്നാറിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു, പക്ഷെ മീശപ്പുലിമല സൈഡിലേക്ക് അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. ഇപ്പോഴേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ സൈഡിൽ. എൻ്റെ പൊന്നു ഗായ്സ്, ഓക്കെ, നല്ല ഭംഗിയാട്ടോ കാണാൻ. ഇവിടുന്നത് ഇങ്ങനെ പെയിൻ്റ് അടിച്ച പോലെയുണ്ട്. ഓ സീൻ, നല്ല കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. നമ്മൾ നടക്കുന്ന വഴിയൊക്കെ ഇതുപോലത്തെ പൂക്കളുണ്ട്, മഞ്ഞും വയലറ്റ് നിറമുള്ള പൂക്കളൊക്കെ ഉണ്ട്. ഇതോ കണ്ടോ, കുഞ്ഞൻ പൂക്കളാണെങ്കിലും അവയെല്ലാം നല്ല ബ്രൈറ്റ് കളേർഡ് ആൻഡ് മഞ്ഞ് കണങ്ങൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ക്ലൗഡ് ബെഡ് ഒക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് ഗൈഡൊക്കെ പറഞ്ഞത്. എന്നാലും പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന മേഘങ്ങളും മലകളും ഒക്കെ കണ്ട് അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഗ്രൂപ്പിൽ എല്ലാവരും എത്തിയിട്ടാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോകളും വീഡിയോസും ഒക്കെ എടുത്ത് സാവധാനമാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയത് അവിടുന്ന്. ഇതാണ് ഗൈസ് നമ്മുടെ പൈൻ കോൺ എന്ന് പറയുന്നത്. പൈൻ മരത്തിലൊക്കെ കാണുന്നൊരു സംഭവമാണ് കേട്ടോ. എന്നെ ഉണങ്ങിയ സാധനമാണിത്. കൊള്ളാല്ലേ. അവിടെ ഒരു കൂടാരം എന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങൾ പിന്നെ കുറേ സൊറബറയൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. തിരിച്ച് ഞങ്ങൾ പോയത് ബേസ് ക്യാമ്പിലോട്ടാണ്. അവിടെ ഞങ്ങൾക്ക് ലഞ്ച് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള പരിസര പ്രദേശങ്ങളൊക്കെ കണ്ട് തിരിച്ച് വളരെ സാവധാനമാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. നാളെയാണ് ഞങ്ങളുടെ കൊളുക്കുമല സൺറൈസ് ട്രക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത യാത്രാ വിശേഷങ്ങളുമായി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.